പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നാം വായിച്ച് കേൾക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വചനഭാഗം ലക്ഷ്യം വെച്ചിരിക്കുന്നത് സ്വർഗത്തെ തന്നെയാണ് എന്ന് ഹൃദയത്തിൽ പതിച്ചിരിക്കണം. വചനഭാഗം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കർത്താവേ 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 എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവനല്ല, മറിച്ച് സ്വർഗത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. സ്വർഗത്തിൽ കയറാനുള്ള എൻട്രൻസ് എക്സാമാണ് അവിടുത്തെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളത്. എലിജിബിലിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനാണ് സ്വർഗത്തിൽ കയറാൻ വേണ്ടത്, അവൻ്റെ ഇഷ്ടം നിറവേറ്റുക. സ്നേഹമുള്ളവരെ, കർത്താവേ 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 എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു എന്നത് സ്വർഗത്തിൽ കയറാനുള്ള ഒരു മാനദണ്ഡമല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നുണ്ടോ എന്ന് ചോദിക്കുക എന്നതാണ് ഇന്ന് പ്രഭാതത്തിൽ സ്വർഗം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും സ്വർഗത്തിൻ്റെ ഇഷ്ടം നിറവേറപ്പെടണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളല്ലേ നിറവേർപ്പെടുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ വരച്ച വരയിലൂടെ കാര്യങ്ങൾ നടക്കണം. സ്വർഗം ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ ഇടപെടണം. ഇതാണ് നമ്മുടെ വാശി. നമ്മുടെ പ്രാർത്ഥനയുടെ കണ്ടന്റ് ഇതാണ്. സ്വർഗം പഠിപ്പിച്ചത് എന്താണ്? സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടുത്തെ ഇഷ്ടം നിറവേറണം. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയും പറഞ്ഞത് ഇത് തന്നെയാണ്. എൻ്റെ ഹിതമല്ല, സ്വർഗത്തിൻ്റെ ഹിതം, അവിടുത്തെ ഹിതം നിറവേറട്ടെ. നമുക്കും, ഒരു ക്രിസ്തു ശിഷ്യനായ നമുക്കും പ്രാർത്ഥിക്കാൻ മറ്റൊന്നില്ല, സ്വർഗത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. അവിടെ എൻ്റെ പ്ലാനിന്, എൻ്റെ പദ്ധതിക്കൊക്കെ ഒട്ടും പ്രസക്തിയില്ല. കാരണം ഞാൻ ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട ഒരു മകനാണ്, മകളാണ്. എൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിനാണ് വലിപ്പം. ഞാൻ കുറയണം, സ്വർഗം വളരണം. എൻ്റെ ജീവിതത്തിൽ ദൈവം മഹത്വപ്പെടണമെങ്കിൽ സ്വർഗത്തിന് ഇഷ്ടം നിറവേറുക എന്നതിൽ കവിഞ്ഞ് യാതൊന്നും ഇല്ല എന്ന് പ്രിയമകനെ, പ്രിയമകളെ ഉറച്ച് വിശ്വസിക്കുക. ശേഷം പറയുന്നു, അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? ക്രിസ്തു നാമത്തിൽ പല കാര്യങ്ങൾ ചെയ്തു, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്ന് വാതോരാതെ വീമ്പ് പറയുന്ന ഒരുവൻ ക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്ന് പറയുകയാണ്, കർത്താവേ, എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ വലിയ കാര്യങ്ങൾ നിന്റെ നാമത്തിനാണ് ചെയ്തത്. നിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചല്ലോ, നിന്റെ നാമത്തിൽ ഞാൻ പിശാചുകളെ ബഹിഷ്കരിച്ചല്ലോ, നിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതങ്ങൾ ചെയ്തില്ലേ? ഇതിനെയൊന്നും വില കുറച്ച് കാണുകയില്ല. പക്ഷേ ഈ ചെയ്തതൊക്കെ നിന്റെ നാമത്തിലായിരുന്നോ അതോ സ്വർഗം ഇതിലൂടെ മഹത്വപ്പെടുന്നുണ്ടായിരുന്നോ എന്നത് വലിയൊരു ചോദ്യമല്ലേ? അവിടെയൊക്കെ ഈ ഞാൻ വളരുന്നതാണോ അതോ ഈ ഓരോ അത്ഭുത പ്രവൃത്തിയിലൂടെ, ഞാൻ പ്രവചിച്ച ഓരോ കാര്യങ്ങളിലൂടെ, ഞാൻ നടത്തിയ അത്ഭുതങ്ങളിലൂടെയൊക്കെ ദൈവം മഹത്വപ്പെടുകയാണോ? സ്വർഗത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണോ ഞാൻ ഇവയൊക്കെ ചെയ്തത് എന്ന് ഒരു വലിയ ചോദ്യമാണ്. അവിടെയൊക്കെ ഈ അത്ഭുതത്തിൻ്റെ പിന്നിൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തു എന്നുള്ളതല്ല, ആത്യന്തികമായി അങ്ങ് ബേസിക് റൂട്ടിലേക്ക് ചെന്ന് ചോദിച്ചു നോക്കിക്കേ, അവിടെയൊക്കെ സ്വർഗത്തിന് ഇഷ്ടമായിരുന്നോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തത്? പലതും എൻ്റെ പുകഴ്ച, എൻ്റെ നാമമഹത്വപ്പെടണം എന്നതൊക്കെ ആയിരുന്നു നമ്മുടെ ചിന്ത. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെറിയ കാര്യം ചെയ്താലും എന്ത് വലിയ കാര്യം ചെയ്താലും ഇവിടെയൊക്കെ സ്വർഗത്തിൻ്റെ ഹിതം ആരാഞ്ഞ് ആ സ്വർഗത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറുന്നത് വലിയൊരു കാര്യമായി ഏറ്റെടുക്കണം. ശേഷം പറയുന്നു, ഈ സ്വന്തം ഹിതം, സ്വന്തം ഇഷ്ടം നിറവേറ്റുന്നതിന് വാശി പിടിക്കുന്നവർക്കൊക്കെ സ്വർഗം കൊടുക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അവരെയൊക്കെ സ്വർഗം എങ്ങനെയാണ് കാണുന്നത് എന്നത് കാണുകയാണ്. സ്നേഹമുള്ളവരെ, അവരോട് പറയുകയാണ്, 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു, അതിനുള്ള 3 മറുപടികൾ ഈ വചനഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ല, ഐ ഡോണ്ട് നോ യു. നീ ആരാ?
നീ ആരാണ്? ക്രിസ്തുവോട് ചോദിക്കുക. സ്നേഹമുള്ളവരെ, നമ്മൾ പറഞ്ഞു നാം ചെയ്തതൊക്കെ ക്രിസ്തു നാമത്തിലാണെന്ന്. അതേ ക്രിസ്തു തന്നെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്ന് നീ നിൽക്കുമ്പോൾ നിന്നോട് പറയുക നീ ആരാണ് എന്ന്. ഇത്ര ഗതികെട്ട ഒരവസ്ഥ നമുക്ക് ഉണ്ടായെങ്കിൽ സ്നേഹമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം സ്വർഗത്തിന് ഇഷ്ടം നിറവേറപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തു എന്നോടും നിങ്ങളോടും ചോദിക്കും നീ ആരാണ്? ഐ ഡോണ്ട് നോ, എനിക്ക് നിന്നെ അറിയില്ല. പിന്നെ പറയുകയാണ് നീ അനീതി പ്രവർത്തിക്കുന്നവനാണ്. അനീതി പ്രവർത്തിക്കുന്നവരെ എന്നൊരു സംബോധന വചനഭാഗത്തിൽ കാണുകയാണ്. പിന്നെ കാണുന്നുണ്ട് നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകണം. നിനക്ക് എൻ്റെ ഇടത്തിൽ എൻ്റെ പക്ഷത്തിരിക്കാനുള്ള യോഗ്യതയില്ല, നീ മാറിപ്പോകണം. ഈ ദൈവികമായ കൃപയിൽ നിൽക്കാനുള്ള ഭാഗ്യമില്ല. ഈ സ്വർഗീയ അനുഭവങ്ങൾ നിനക്ക് അന്യമാണ്, മാറി നിൽക്കുക. കാരണം നീ ജീവിതത്തിൽ നിറവേറ്റിയതൊക്കെ നിന്റെ ഇഷ്ടങ്ങളായിരുന്നു. സ്വർഗീയ ഇഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ പലപ്പോഴും അപ്രധാനമായി പോയിരുന്നു. സ്നേഹമുള്ളവരെ, ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ ഇഷ്ടം നിറവേറുക എന്നതിൽ കവിഞ്ഞ് യാതൊരു ആഗ്രഹവും ഉണ്ടാവരുതേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ വചനത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്, ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത്. രണ്ടാമത് മറ്റൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. സ്വർഗത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നു എന്ന് എങ്ങനെ എനിക്ക് അറിയാൻ പറ്റും? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. ആ ചെയ്യുന്നതൊക്കെ സ്വർഗത്തിൻ്റെ ഇഷ്ടങ്ങളായിരുന്നോ അല്ലയോ? ഉദാഹരണത്തിന്, പ്രിയ ചേട്ടാ ഞാൻ ചെയ്യുന്നതൊക്കെ സ്വർഗത്തിന് ഇഷ്ടമാണോ? പ്രിയ ചേച്ചി, ഞാൻ ചെയ്യുന്നതൊക്കെ സ്വർഗത്തിന് ഇഷ്ടമാണോ? അതോ ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ കഴിയും? സ്വർഗത്തിൻ്റെ ഇഷ്ടം ആണോ നീ പ്രവർത്തിക്കുന്നതെന്ന് പറയേണ്ടത് ഞാനല്ല, നീയുമല്ല, മറിച്ച് സ്വർഗമാണ് അതിന് ഉത്തരം പറയേണ്ടത്. സ്വർഗമാണ് അതിനെ സ്ഥിരീകരിക്കേണ്ടത്. അപ്പോൾ സ്വർഗം എന്നോട് സംസാരിക്കുന്നത് ഇന്ന് ഏതു വഴിയാണ്? ഒരു വഴി കൂടെ മാത്രമേ ഉള്ളൂ, അത് ഈ വചനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ശേഷം നമ്മൾ കാണുന്നത് 24-ാം വചനത്തിൽ ഇങ്ങനെ കാണുന്നു, എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുക മാത്രമല്ല അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യമായിരിക്കും. ശ്രവണം മാത്രമല്ല, അത് അനുസരിക്കണം. ഓരോ പ്രഭാതത്തിലും ഈ വചനം കേൾക്കുക. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നത് വിശുദ്ധ മത്തായി സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 28 ഇതിലൂടെ സ്വർഗം എനിക്ക് തരുന്ന ബോധ്യം അത് കേൾക്കുക മാത്രമല്ല അത് അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ സ്വർഗത്തിന് ഇഷ്ടം നിറവേറുന്നത്. നീ എന്ത് ചെയ്യണം, നീ എങ്ങോട്ട് നീങ്ങണം, നീ എന്ത് കാണണം, നീ എന്ത് കേൾക്കണം, നിന്റെ ജീവിതത്തിലൂടെ എന്താണ് നിറവേറേണ്ടത്? സ്വർഗത്തിന് ഇഷ്ടം കാണാനുള്ള വഴിയാണ് പ്രിയമകനെ, പ്രിയമകളെ, ഈ വചനം. അതുകൊണ്ടാണ് വചനത്തെ ഗൗരവത്തോടെ എടുക്കണമെന്ന് പറയുന്നത്. ഈ വചനത്തിലൂടെ യേശു നമ്മളിലേക്ക് കടന്നു വരും. 2-ാം വത്തിക്കാൻ സുനകദോസിൽ ദൈവാവിഷ്കരണം എന്ന ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്പർ 21 നമ്പറിൽ ഇപ്രകാരം പറയുന്നുണ്ട്: വിശുദ്ധ ലിഖിതങ്ങൾ കർത്താവിൻ്റെ ശരീരം പോലെ തന്നെ സഭയിൽ ആദരിക്കപ്പെടുന്നു. വിശുദ്ധ ലിഖിതങ്ങൾ, അതായത് വിശുദ്ധ ബൈബിൾ, കർത്താവിൻ്റെ ശരീരം പോലെ തന്നെ സഭയിൽ ആദരിക്കപ്പെടുന്നു എന്ന്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിരുശരീര രക്തങ്ങൾ എത്ര വിലമതിച്ചാണ്, പ്രാധാന്യത്തോടു കൂടിയാണ് സഭ കാണുന്നത്. അത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് സഭ ഈ വചനത്തെ കാണുന്നത്. കാരണം എന്താണ്? തിരുശരീരം തിരുരക്തത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ക്രിസ്തുവിനെയാണ്, ക്രിസ്തു സാന്നിധ്യമാണ്. അതേ ക്രിസ്തുവിനെ തന്നെയാണ് നിനക്ക് ഈ വചനത്തിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നത് വചനത്തിലൂടെയും ഒപ്പം അപ്പവീഞ്ഞുകളിലൂടെയുമാണ്. ഈ പ്രഭാതത്തിൽ വചനവും ഒപ്പം ഈ തിരുശരീരവും തിരുരക്തവും ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ യേശു അനുഭവത്തിലേക്ക് സ്വർഗത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുക. സ്നേഹമുള്ളവരെ, ഇതിൻ്റെ അർത്ഥം താഴെ പറയുന്നുണ്ട്: കാറ്റൂതി, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, ഭവനത്തിൻ്റെ ഭിത്തികളെ ഇത് ആഞ്ഞടിച്ചു. ഇതിൻ്റെ അർത്ഥം ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിന്മേൽ തകർക്കപ്പെടുന്ന വിഷയങ്ങൾ ഉണ്ടാവില്ല എന്നല്ല. മഴ പെയ്ത്തുണ്ടാകും, നനച്ചിരിക്കാത്ത സമയത്ത് വിഷയങ്ങൾ ഉണ്ടാകും, കൂരിച്ചൊരിയുന്ന പ്രതിസന്ധികൾ ഉണ്ടാകും. പക്ഷെ ഒന്നുണ്ട്, ഒരു വാഗ്ദാനമുണ്ട്: അത് വീടില്ല, ഒന്നും അതിനെ തകർക്കില്ല, അതിനുമേൽ വിജയമെടുക്കാൻ ഒന്നിനും കഴിയില്ല. കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എന്താണ് പാറ? അത് ക്രിസ്തുവാണ്. ക്രിസ്തുമേൽ സ്ഥാപിതമാണ് ഈ ഭവനം. ഒരു ക്രിസ്തു ശിഷ്യൻ പാറമേൽ സ്ഥാപനം വയ്ക്കുന്നവനാണ്. അവൻ്റെ ജീവിതമാകുന്ന സ്ഥാപനം
അവൻ നട്ടിരിക്കുന്നത്, അവൻ ഉറപ്പിച്ചിരിക്കുന്നത്, അവൻ ബോൾട്ടിട്ട് ഉറപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ പാറമേലാണ്. അതാണ് നമ്മുടെ ധൈര്യം, അതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ കരുത്ത്. അപ്പോൾ ചുരുക്കട്ടെ സ്നേഹമുള്ളവരെ, ഈ വചനത്തിലൂടെ ക്രിസ്തു നമുക്ക് തരുന്ന വലിയ പ്രബോധനം എന്താണ്? എൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ ഇഷ്ടം നിറവേറപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. അപ്പോൾ ഇന്നത്തെ പ്രഭാതം മുതൽ ഇന്ന് രാത്രി നമ്മൾ കിടക്കയിലേക്ക് പോകുന്ന സമയം വരെ നമ്മളൊന്ന് അയവിറക്കി നോക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നടക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണോ അതോ സ്വർഗത്തിൻ്റെ ഇഷ്ടമാണോ? ഇന്ന് നമ്മളൊരു ട്രയൽ പോലെ ഇന്നത്തെ ദിവസം നമ്മൾ ഉദാഹരണം പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഈശോയെ, ഞാൻ ഇന്ന് ആരംഭം ഈ വചനം കേൾക്കുന്ന ഈ സമയം മുതൽ ഇന്ന് രാത്രി വരെ ഞാൻ സ്വർഗത്തിന് ഇഷ്ടം മാത്രം നിറവേറ്റാൻ വേണ്ടി പരിശ്രമിക്കും. അതൊരു സ്നേഹമുള്ളവരെ ഒരു ആരംഭമായി കുറിച്ചാൽ വളരെ പതുക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. സ്വർഗീയ ഇഷ്ടങ്ങൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം കിട്ടുക എന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രകാരം പാടുന്നത്: നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ എന്നെ യഹോവേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. സ്വർഗത്തിന് ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി ഒരു തീരുമാനം ഇന്നത്തെ വചനം നമുക്ക് തരുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം: എൻ്റെ സ്വർഗത്തിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ വലിയ ആഗ്രഹം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.